നമസ്കാരം. ഇതും അമ്മയച്ഛനും മകളും തമ്മിലുള്ള കളി തന്നെയാണ്. എനിക്ക് അനവധി കേസറിയാം അമ്മയച്ഛനും മരുമകളും തമ്മിലുള്ള പരിപാടി. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ട്രാജഡിയൊക്കെ ഉണ്ട് ഇതിൽ. ഈ വീട്ടിൽ മകൻ ഗൾഫിലാണ്, അമ്മയില്ല അവിടെ. അമ്മയച്ഛനും മരുമകളും അവളുടെ 2 മക്കളും അത്ര ഉള്ള ആ വീട്ടിലെ അംഗങ്ങൾ. ഇയാൾക്ക് 60 വയസ്സിന് മേലായി. ഇയാളെന്ന് പറഞ്ഞാൽ ജോലിക്കൊന്നും പോകണില്ല. കുറച്ച് സ്ഥലങ്ങളും അത്യാവശ്യമൊക്കെ ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ട്. അപ്പോൾ ഇയാൾ വീട്ടിലൊരു കാര്യസ്ഥനെ പോലെ കടയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുക, സമയത്തിന് ഭക്ഷണം കഴിക്കുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ്. നല്ല ചിട്ടയുള്ള ആളാണ് ലൈഫിൽ. അതിരാവിലെ എണീക്കും, എന്തെങ്കിലും പണികളൊക്കെ പറമ്പിൽ ചെയ്യും, ആരോഗ്യവാനാണ്. 60 ഉണ്ടെന്നൊന്നും പറയില്ല. മരുമകൾക്ക് 38 വയസ്സാണ്. നല്ല മുന്തിയ ഒരു സാധനം. പക്ഷെ ഇവർ തമ്മിൽ അങ്ങനെ സെറ്റായിട്ടുള്ള റിലേഷൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായില്ല. ചില സമയം അത് വലിയ പ്രശ്നമാണ്. ചില പ്രത്യേക വൈബ്. അതായത് ബൈബിളിൽ പറയുന്നുണ്ട്, നിൻ്റെ പെങ്ങൾ യൗവനയുക്തമായിട്ടുള്ള പെങ്ങളുടെ കട്ടിലിന്മേൽ അവൾ കിടക്കുമ്പോൾ അവളുടെ അടുത്ത് ഇരിക്കരുത് രാത്രി സമയത്ത്. വെറുതെ കുശലം പറയാനായിരിക്കും, ചിലപ്പോൾ സ്വന്തം പെങ്ങളാവും. പക്ഷെ ആ കട്ടിലിൽ ഇരിക്കരുതെന്നാണ് പറയണത്. ആ ഇരുന്നാൽ ചിലപ്പോൾ മനുഷ്യനും ശരിക്കും പറഞ്ഞൊരു ആനിമലാണ്. മനുഷ്യൻ്റെ മൃഗസ്വഭാവം പുറത്ത് വരും. മൃഗസ്വഭാവം എന്ന് പറഞ്ഞാൽ കാമം പുറത്ത് വന്ന ചെറിയൊരു പ്രൊവക്കേഷൻ പെങ്ങൾക്ക് ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ ഒരാൾ എതിർത്താൽ അത് അവിടെ സ്റ്റോപ്പായി, പിന്നെ അത് കണ്ടിന്യൂഷൻ ഉണ്ടാവില്ല. പക്ഷെ ചിലപ്പോൾ പെങ്ങൾക്ക് എതിർക്കാനും തോന്നില്ല. അങ്ങനെ ചില സാഹചര്യങ്ങൾ വരാനുണ്ട്. കട്ടിലിരുന്ന് വർത്താനം പറയുമ്പോൾ ഒരു ബോഡി മേൽ ടച്ച് എന്തെങ്കിലും ആയി, പിന്നെ അത് ആ ഒരു മറ അങ്ങോട്ട് നീങ്ങാനുണ്ടല്ലോ. ആ മിനിറ്റിൽ അവർ ആങ്ങളെയും പെങ്ങളും അല്ല, പിന്നെ ഒരു യുവാവും യുവതിയുമായി മാറും. അങ്ങനെയൊക്കെ അനവധി സംഭവങ്ങൾ ഭൂമിയിൽ നടന്നിട്ടുണ്ട്. ആങ്ങളും പെങ്ങളും തമ്മിൽ പരിപാടി എടുക്കണമെന്ന് എനിക്കറിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളത് തന്നെ. അപ്പോൾ ഇത് ഈ വൈബ് എങ്ങനെ ഉണ്ടായിരുന്നാണ്, ഈ പെണ്ണിന് ചെറിയ തലവേദന വന്നപ്പോൾ ഇത് ഞാൻ ചിലപ്പോൾ ഈ മറ്റേ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്നറിയില്ല. പറഞ്ഞാലും ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. കാരണം ഇത് ഉണ്ടായ സംഭവമാണ്. നുണയുണ്ടാക്കി പറയുമ്പോഴാണല്ലോ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. ഇത് കറക്റ്റ് സംഭവിച്ച കാര്യമാണ്. അപ്പോൾ ഈ പെണ്ണിന് തലവേദന. അപ്പോൾ ഇയാൾ രാത്രി ടൈഗർ ബാം പുരട്ടാൻ ചെന്നതാണ്. ഇവൾക്ക് തലയിൽ ടൈഗർ ബാം പുരട്ടി കൊടുത്ത്, ഇവൾ കിടക്കായിരുന്നു, ഇവൾ എണീപ്പിച്ച് ചാരി ഇരുത്തി ടൈഗർ ബാം പുരട്ടി കൊടുത്ത് ഇയാളെ ആശ്വസിപ്പിക്കുക. അപ്പോൾ രാത്രി 11 മണിയൊക്കെ ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. ടൈഗർ ബാം പുരട്ടി അപ്പോൾ ഈ പെണ്ണ് നൈറ്റ് ഇട്ടേക്കണം. പുരട്ടി തലയിലൊക്കെ തലോടൽ തുടങ്ങി. അപ്പോൾ പെണ്ണ് കണ്ണടച്ച്, സത്യം പറഞ്ഞാൽ ആ പെണ്ണ് മനസ്സുകൊണ്ട് ഒരുങ്ങിയിട്ടുണ്ടാവും. തലയിൽ ഒഴിഞ്ഞൊക്കെ കൊടുത്തപ്പോൾ പെണ്ണിൻ്റെ കണ്ണൊക്കെ കൂമ്പി അടച്ചപ്പോൾ ഇയാൾക്ക് മനസ്സിലായി, ഞാനിപ്പോൾ ഇതിനെന്ത് ചെയ്താലും അത് വഴങ്ങുമെന്ന്. ഞാൻ മുൻകൈ എടുക്കേണ്ടി വരുമെന്ന് തന്തൊക്കെ മനസ്സിലായി. ഇയാളെന്ത് ചെയ്ത് മെല്ലെ ആ കൈ നെറ്റിമെന്ന് താഴേക്ക് ഷോൾഡർമേന്ന് കൈമുലകളിലെത്തി മുലമേ പിടിച്ചപ്പോൾ ഈ പെണ്ണ് പിന്നെ കണ്ണടച്ച് ഞെരുപിരി കൊള്ളുക. അങ്ങോട്ടൊരു മനുഷ്യൻ വേറെ വരൂല ആ രാത്രി സമയത്ത്. അതായത് ഈ പെണ്ണ് വില്ലിങ്ങാണെന്ന് അയാൾക്ക് മനസ്സിലായി. അതിൽ ഇയാൾ കിസ് ചെയ്ത് ഇതിനെ ഒന്നും കൂടി വികാരം വരുത്തി ആ മുറിയിൽ നിന്ന് എണീപ്പിച്ച്, കുട്ടികളല്ല അവിടെ കിടക്കണേ, ഇയാളുടെ മുറിക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഇയാൾ മാക്സി തലവഴി ഊരി ബ്രേസിയർ ഊരി മുലകളൊക്കെ തപ്പി. അപ്പോൾ വേറെ ഒന്നുണ്ട്, 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് നല്ല പണി അറിയും, നല്ലോണം നക്കി കൊടുക്കും. കാരണം അവർക്ക് എന്താണെന്നാ എനിക്കറിയാം അവരുടെ ഇത്. കാരണം എനിക്ക് ആ ഏജാണ്. ഈ സ്ത്രീകളെ സുഖിപ്പിച്ചിട്ട് അതിൽ ആനന്ദം കണ്ടെത്തണ ഒരു മൈൻഡാണ് ആ പ്രായത്തിൽ. ഇപ്പം എനിക്കതുള്ളത്. എനിക്കൊരു എൻ്റെ അടുത്തൊരു പെണ്ണിനെ കിട്ടിയ അതിനെങ്ങനെ സുഖിപ്പിച്ച് ഭ്രാന്താക്കാന്നുള്ള, അത് പണ്ടും എനിക്ക് അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. എൻ്റെ സുഖമല്ല ഞാൻ നോക്കുക.
നമ്മൾ അവരെ സുഖിപ്പിക്കുക, നല്ലോണം എല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ അവരിങ്ങനെ വെട്ടി വിറച്ച് വികാരം കൊണ്ട് നെരുപിരി കൊള്ളണ കാണുമ്പോൾ അതിലൊരു സുഖം നമുക്ക് കിട്ടാണ്ട്. മിക്കവർക്കും അത് അറിയില്ല. പെണ്ണുങ്ങളെ നല്ലോണം ട്യൂൺ ചെയ്ത് ലാളിച്ച് എല്ലാം ഇവരുടെ എല്ലാ സ്ഥലത്തും പൊട്ടി ഒലിച്ച് ഇവർ ഗതികെടും. ഇവർ നമ്മുടെ കണ്ണിൽ നോക്കി അടിച്ച് കൊണ്ടാന്ന് പറയും. അപ്പോഴേ കയറ്റാൻ പാടുള്ളൂ. അത് പണ്ട് ഞാൻ അങ്ങനെയുള്ളൂ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്ത് മാക്സിമം ഇതൊക്കെ ഊരി പിന്നെ ഇവർക്ക് ഷഡ്ഡി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇയാളുടെ വൈഫൊന്നും പണ്ട് ഷഡ്ഡിയൊന്നും ഇടില്ല. പണ്ടത്തെ കാലത്ത് ഷഡ്ഡിയൊന്നും യൂസ് ചെയ്യില്ല ആരും. പിന്നെ ഷഡ്ഡി ഫ്രാൻസിലാണ് കണ്ടുപിടിച്ചത്. അങ്ങനെ ഷഡ്ഡിയൊക്കെ പ്രചാരത്തിൽ ഇപ്പോഴല്ലേ വന്നത്. അപ്പോൾ ഇയാൾക്ക് നല്ല യൗവനയുക്തമായിട്ടുള്ള പെണ്ണ് ഷഡ്ഡി മാത്രം ഇട്ടൊക്കെ കണ്ടിട്ട് ഇയാൾക്ക് സഹിക്കണ്ട. ഇയാൾ കട്ടിലുമേ തള്ളിയിട്ട് ഷഡ്ഡിയൊക്കെ ഊരിയിട്ട് നല്ലോണം നാവൊക്കെ ഇതാക്കി ആ പെണ്ണിനെ കളിക്കണതിന് മുമ്പ് തന്നെ ആ പെണ്ണിന് വന്നു. ഇയാളുടെ സാധനമാണെങ്കിൽ അടാറ് സാധനം ഏറ്റവും അടിച്ച്. പെണ്ണാണെങ്കിൽ കൊതിച്ച് നിൽക്കണം. 2 വർഷത്തിലേറെയായി ഒരു കളി കിട്ടിയിട്ട് പെണ്ണിന്. ഇയാൾക്കാണെങ്കിൽ വർഷങ്ങളായി. രണ്ടാളും ഒരേ മൈൻഡ്, അടിയോടടി. അന്ന് തന്നെ ഇയാൾ നന്നാക്കി കളിച്ച്. പിന്നെ ഡെയിലി പകലും കളിക്കും രാത്രിയും കളിക്കും. കുട്ടികളെ സ്കൂളിൽ പോയാൽ പിന്നെ ഇവർക്ക് അടുക്കള പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടിയാണ്. അങ്ങോട്ടൊന്നും ആരും കയറി വരില്ല. ഒരു വീടാകുമ്പോൾ പെട്ടെന്നൊന്നും ആരും കയറിയാണ് അകത്തേക്കൊന്നും വരില്ലല്ലോ. അങ്ങനെ അത് കാലങ്ങൾ ഇങ്ങനെ അടിച്ച് കഴിച്ച് നടന്നു പോകുമ്പോൾ ഈ പെണ്ണ് പ്രഗ്നൻ്റായി. അവിടെ പാളി. അതിൽ ഹസ്ബൻഡ് വിവരം പറഞ്ഞ് അയാൾ വന്നു, ഇവളെ ഉപേക്ഷിച്ച്. അപ്പോൾ ആളാരാന്ന് ചോദിച്ചാൽ ഈ പെണ്ണ് പറഞ്ഞു കൊടുത്തിട്ടില്ല. കാരണം തന്തനെ മോളെ തെറ്റിക്കണ്ട വിചാരിച്ച അവൾ ആളെ പറയില്ല. അങ്ങനെ ഇവള് മാസം തേകാണ്ട് പെറ്റ് ആ കുട്ടി ജീവിച്ചില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഇവർ സെപ്പറേറ്റ് ആയല്ല. ഭർത്താവ് അവളെ വീട്ടിൽ കൊണ്ടാക്കി. ഇങ്ങനെ ഈ തന്തയ്ക്ക് കുറ്റബോധമായി. ഞാൻ കാരണമല്ല ആ കുടുംബം നാശമായത്. അങ്ങനെ മോൻ്റെ കൂട്ടുകാരനോട് ഇയാൾ കാര്യങ്ങൾ തുറന്ന് പറയും. ഞാൻ മുൻകൈ എടുത്ത് അങ്ങനെ സംഭവിച്ചു പോയതാണ്. പക്ഷേ അവൾ എന്നെ അവനെ തെറ്റിക്കാനുള്ള ഇത് ചെയ്തില്ല. അല്ലെങ്കിൽ ആ മിനിറ്റിൽ അവൾക്ക് എൻ്റെ പേര് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ കയറി പിടിച്ച് അങ്ങനെ വെള്ളത്തിൽ ചെയ്താന്ന് പറഞ്ഞാൽ അവൾക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അവൾ ചതിച്ചില്ല. അവളെ വിശ്വസിക്കാൻ പറ്റിയ പെണ്ണാണ്. അതുകൊണ്ട് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരണില്ല പറഞ്ഞു. ഈ കൂട്ടുകാരൻ എന്ത് ചെയ്ത് ഈ സംഭവം മോനോട് പറഞ്ഞു. അപ്പം മോനും ചിന്തിച്ച് ശരിയാണ്, അവളൊരു പെണ്ണല്ലേ, സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതാവും. എന്നാലും എൻ്റെ പിതാവിനെ അവൾ മോശമാക്കിയില്ലല്ലോ. അപ്പോൾ നല്ലൊരു പെണ്ണാണെന്ന് ഇയാൾക്ക് തോന്നുന്നു. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്ത് വേറെ വീട് വാങ്ങിയിട്ട് ഈ പെണ്ണിനെ തിരിച്ച് വിളിച്ച് അവർ സുഖമായിട്ട് ജീവിച്ച്. ഈ തന്തനെ ഞാൻ അടുപ്പിക്കണ്ടെന്നുള്ള അങ്ങനെയാണല്ലോ. തന്തക്ക് ഇനി കിട്ടിയാലും വേണ്ട. കാരണം തന്തക്ക് കുറ്റബോധം ഉണ്ടായിട്ട് തന്തനത് ലീക്കാക്കിയതും പറഞ്ഞതും കാലക്ക് സ്വസ്ഥതയില്ല, ഉറക്കം വരുന്നില്ല. അപ്പോൾ അവർ തമ്മിൽ യോജിച്ചപ്പോൾ ഈ തന്തേൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളും ഈ ടെൻഷനും മാറി. ചില കാര്യങ്ങൾ അങ്ങനെ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ തീർന്ന പ്രശ്നമുള്ളൂ. അവരെപ്പോഴും സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്നാലും ടൈഗർ ബാം കാണുമ്പോൾ ആ പെണ്ണിന് പേടിയാണ്. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. നമസ്കാരം.